കന്നഡ നടൻ ദർശൻ തൊഗുദീപ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. ദർശനും സുഹൃത്തും നടിയുമായ പവിത്ര ഗൌഡയും പലവട്ടം മജിസ്ട്രേറ്റിന് മുന്നിൽ കരഞ്ഞു. ഇരുവരെയും 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തന്റെ സുഹൃത്തായ പവിത്ര ഗൌഡയ്ക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതിന്റെ പേരിൽ രേണുകാസ്വാമി എന്നയാളെ തന്റെ ഫാം ഹൌസിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി ഓടയിൽ തള്ളി എന്നതാണ് ദർശനെതിരായ കേസ്. കേസുമായി ബന്ധപ്പെട്ട് 10 പേർ ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമി ഒരു മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ജൂൺ 9-നാണ് രേണുകാസ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് ദർശനെ ഇന്നലെ രാവിലെ 8:30 വിജയനഗർ ACP ചന്ദ്രനാണ് അറസ്റ്റ് ചെയ്തത്. മൈസൂരുവിലെ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ സിനിമാ ഷൂട്ടിങ്ങിനായി താമസിക്കവെയാണ് അറസ്റ്റ്. കൊല്ലപ്പെട്ട രേണുകാസ്വാമി പവിത്ര ഗൌഡയ്ക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക മാത്രമല്ല, തന്നെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരം ശല്യം ചെയ്തു വരികയായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. പവിത്ര ഗൌഡയുടെ പ്രേരണയാലാണോ ദർശൻ കൊല നടത്തിയത് എന്നാണ് അന്വേഷിക്കുന്നത്. സോമനഹള്ളിയിൽ ഒരു പാലത്തിന്റെ താഴെയാണ് മരിച്ച നിലയിൽ രേണുകാസ്വാമിയെ കണ്ടെത്തിയത്. ആദ്യം ആത്മഹത്യ എന്നു കരുതിയ കേസ് പിന്നീട് കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു. മൈസൂരിൽ വച്ചാണ് ദർശനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത്. ദർശന്റെ സുഹൃത്തും നടിയുമായ പവിത്ര ഗൌഡയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചതിന്റെ പേരിലാണ് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. ഈ മാസം 8-നാണ് ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമി കൊല ചെയ്യപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്. 9-ന് കാമാക്ഷിപാളയത്തെ ഓടയിൽ നിന്ന് ഇയാളുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച മൈസൂരുവിലെ ഫാം ഹൌസിൽ വച്ചാണ് ദർശനെ പോലീസ് ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തത്. 47-കാരനായ നടന് കേസിൽ ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് ഈ നടപടിയെന്ന് DCP നേരത്തെ അറിയിച്ചിരുന്നു. കാമാക്ഷിപാളയത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരവെ തിങ്കളാഴ്ചയാണ് ഗിരിനഗറിൽ നിന്നുള്ള 3 പേർ പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. തങ്ങളാണ് ഈ മരണത്തിന് പിന്നിലെന്ന് ഇവർ പറഞ്ഞു. സാമ്പത്തിക ഇടപാടിനെക്കുറിച്ചുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലാണ് മരിച്ചത് രേണുകാസ്വാമി എന്നയാളാണെന്നും അതിന് പിന്നിലെ യഥാർത്ഥ കാരണവും വ്യക്തമായത്. രേണുകാസ്വാമി അയച്ച അശ്ലീല സന്ദേശത്തെക്കുറിച്ചറിഞ്ഞ ദർശൻ ചിത്രദുർഗയിലെ തന്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ ബന്ധപ്പെട്ടിരുന്നതായി റിപ്പോർട്ടുണ്ട്. രേണുകാസ്വാമിയെ ഫാം ഹൌസിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി മൃതദേഹം ഓടയിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് വിവരങ്ങൾ വന്നിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 10 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് ആദ്യമേ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമിയുടെ കൊലപാതകം ബംഗളൂരുവിലെ ലോക്കൽ പോലീസ് അന്വേഷിക്കുകയായിരുന്നു. ഇതിനിടയ്ക്കാണ് ഇത്തരത്തിൽ 3 പേർ വന്ന് സ്വയം കീഴടങ്ങിയത്. സാമ്പത്തിക ഇടപാടാണെന്നാണ് ആദ്യം പറഞ്ഞതെങ്കിലും പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തതോടെ ദർശന്റെ പേരിലേക്കും കേസ് എത്തുകയായിരുന്നു.